അഭിലാഷ്, പ്രധാനമായും അറിയേണ്ടത് എങ്ങനെയാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത്, ആരാണ് ഇതിന് കാരണക്കാർ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. അഭിലാഷ് വിശദീകരിക്കും. ഭവ്യ, ഇന്നലെ ഉണ്ടായതൊരു വലിയൊരു ദുരന്തമാണ്. എല്ലാവരും ഞെട്ടുന്ന, ഒരു തരത്തിലും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് ഇന്നലെ കരൂരിൽ ഉണ്ടായത്. അതായത് രാവിലെ ഇന്ന് രാവിലെ ഈ DGP കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് വിജയുടെ ഒരു റാലി എന്ന് പറയുമ്പോൾ അതിന് പരമാവധി സർക്കാർ കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ പോലീസ് കണക്കാക്കിയിരുന്നത് 20,000-ഓളം പേരെയാണ് ഏറ്റവും പരമാവധി. അപ്പോൾ ഈ 20,000 പേരെ കണക്കാക്കി 500 പേരെയാണ്, 500 പോലീസുകാരെയാണ് അവിടെ സർക്കാർ നിയോഗിച്ചത്. അല്ലെങ്കിൽ 500 പോലീസുകാരെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ അവിടെ ഏർപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു പാളിച്ച ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വീഡിയോ കോളിൽ കാണുന്നത് പോലെ വിജയുടെ റാലിയെ കാണാനായിട്ട് 10,000-കണക്കിന് ആളുകളാണ് ഈ സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കിയാൽ അറിയാം, വീടുകളുടെ തകര ഷീറ്റുകൾക്ക് മുകളിലും കടകളിലും മരത്തിൻ്റെ മുകളിലുമൊക്കെ നിരവധി ആളുകൾ കയറി, അതും മണിക്കൂറുകൾക്ക് മുമ്പ്. അതായത് വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വിജയ് തൻ്റെ റാലിക്ക് വേണ്ടിയിട്ട് TVK സർക്കാരിനോട് അല്ലെങ്കിൽ പോലീസിനോട് അനുമതി ചോദിച്ചത്. അപ്പോൾ 3 മണി തൊട്ട് 10 മണി വരെ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ പോലീസ് വിന്യസിക്കപ്പെട്ടത്. എന്നാൽ TVKയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലടക്കം ഉച്ചയ്ക്ക് 12 മണി മുതൽ വിജയ് അവിടെ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ പോസ്റ്ററുകൾ ഷെയർ ചെയ്യപ്പെട്ടു. അതിന് പിന്നാലെ രാവിലെ 10 മണിയോടെ തന്നെ ആളുകൾ വിജയെ കാണാനായിട്ട്, അതായത് ഏറ്റവും മുന്നിൽ നിന്നാൽ എത്രയും നേരത്തെ എത്താമോ അത്രയും നേരത്തെ മുന്നിലെത്തിയാൽ വിജയെ തൊട്ടടുത്ത് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നിരവധി ആളുകൾ, അതിൽ കുട്ടികളുണ്ട്, അതിൽ വൃദ്ധരുണ്ട്, ഗർഭിണികളുണ്ട്, അതിൽ അമ്മമാരും കുഞ്ഞു ആൾക്കാരുമുണ്ട്, അങ്ങനെ യുവാക്കളുണ്ട്, നിരവധി ആളുകൾ, അങ്ങനെ 10,000-കണക്കിന് ആളുകൾ വിജയെ കാണാനായിട്ട് കരൂരിൽ തടിച്ചുകൂടി. അപ്പോൾ അതും രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ആളുകൾ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിജയ് ബസ്സിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഉയരത്തിൽ കാണാനായിട്ടാണ് ആളുകൾ തകര ഷീറ്റിൻ്റെ അടക്കം, ഓലമേഞ്ഞ വീടുകളുടെ അടക്കം മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തിയത്. അങ്ങനെ ഈ വിജയ് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ മരച്ചില്ല ഒടിഞ്ഞ് കുറേ പേർ താഴെ വീണുന്ന സംഭവം ഉണ്ടായി. അതുപോലെ തകര ഷീറ്റുകൾ പൊളിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായി. കാരണം അത്രയധികം നിയന്ത്രണാതീതമായ ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ടും 500 പോലീസുകാരെ മാത്രമേ അവിടെ വിന്യസിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാളിച്ച എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, സെപ്റ്റംബർ 13-ന് തിരുച്ചിറപ്പള്ളിയിൽ വിജയ് നടത്തിയ മാനാടിൽ അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു, ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മദ്രാസ് ഹൈക്കോടതി തന്നെ അന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. വിജയുടെ റാലിക്ക് പ്രത്യേക മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം, അതിനനുസരിച്ച് ആളുകളെ നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നിട്ട് അന്ന് സർക്കാർ 30ഓളം നിർദ്ദേശങ്ങൾ നൽകി. അതിൽ 10,000-ത്തിലധികം ആളുകൾ അവിടെ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തൻ്റെ റാലിയിൽ ആളുകളെ കുറയ്ക്കാനും തന്നിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു, തൻ്റെ പാർട്ടിയിലേക്ക് ആളുകൾ അടുക്കുന്നു എന്നുള്ളതിനെ ഭയന്ന് സർക്കാർ തനിക്കെതിരെ ഒരുപാട് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും തൻ്റെ റാലിക്ക് കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ നിർദ്ദേശങ്ങളെ വിജയ് കീറിക്കളയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തെ രാജ്യം കാണേണ്ടി വന്നത്. 39ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 51 പേർ നിലവിൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതിലധികം ആളുകൾ ഇപ്പോൾ പരിക്കേറ്റു ചികിത്സയിലുണ്ട്. നിലവിൽ ഈ 39 പേർ മരിച്ചതിൽ 10ഓളം കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. അതിൽ ഒരു കുടുംബത്തിലെ അമ്മയും മകളും, മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വളരെ തീരെ നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു സംഭവം. പക്ഷേ ഇതിൽ ആർക്കാണ് ഇത്തരം ഒരു വലിയൊരു അപകടം ഉണ്ടായതിൽ, ഒരു ദുരന്തം ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം TVK എന്ന പാർട്ടിക്ക് തന്നെയാണ്. രണ്ടാമതാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ DMK-ക്കുള്ളത്. അതിൽ നമുക്ക് ആദ്യം TVKയുടെ കാര്യം നോക്കാം. രാവിലെ 11 മണി മുതൽ 10 മണി മുതൽ അവിടെ വിജയെ കാണാനായിട്ട് നിരവധി ആളുകൾ തടിച്ചുകൂടി. എന്നാൽ വിജയ് എത്തിയത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, രാവിലെ 11 മണി മുതൽ കാത്തു നിന്ന ആളുകൾക്ക് മുന്നിലേക്ക് വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. അതായത് 8 മണിക്കൂറോളമാണ് ആളുകൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ അവിടെ നിന്നത്. അതിനുശേഷം ഇത്രയും ആളുകൾ തടിച്ചു കൂടുമെന്ന് ഇന്നലെ ആദ്യമായിട്ടല്ലായിരുന്നു വിജയുടെ അല്ലെങ്കിൽ TVKയുടെ ഒരു റാലി തമിഴ്നാട് നടക്കുന്നത്. ഇതിനു മുമ്പ് 4
വലിയ റാലികളും അതിനു മുമ്പ് തന്നെ പാർട്ടി അനൗൺസ്മെൻറ്റിനൊക്കെ സ്റ്റേഡിയത്തിലടക്കം വലിയ രീതിയിലുള്ള മാനാട് അവിടെ നടന്നിരുന്നു. അതിനെല്ലാം അഭൂതപൂർവമായ തിരക്കാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ട്വിറ്റർ വഴിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ വഴിയോ പാർട്ടി അണികൾ വഴിയോ അവിടെ പാർട്ടിയിൽ ഈ മാനാട് കാണാനെത്തുന്ന റാലി കാണാനെത്തുന്ന ആൾക്കാർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ 12 മണിക്ക് വിജയ് എത്തുമെന്ന് പറയുന്നത് വിജയ് ലേറ്റ് ആകും എന്ന് ഒരു വിവരം അല്ലെങ്കിൽ ഒരു സൂചന ആളുകൾക്ക് അവിടെ ഉള്ളവർക്ക് നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും വൈകുന്നേരം തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശക്കുമ്പോഴെങ്കിലും വീട്ടിൽ പോയേനെ. പക്ഷേ ഇത് സംഭവിച്ചത് ഏത് നിമിഷം വേണോ വിജയ് വരാം, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ടും തിരിച്ചു മടങ്ങാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തു നിന്നവരാണ് ഒടുവിൽ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. പലരും ആശുപത്രിയിലായത്, പലർക്കും തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയത്. ഈ ഒരു സാഹചര്യം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു 8-9 മണിക്കൂർ ഈ ചൂടത്ത് ഭക്ഷണമില്ലാതെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് വിജയ് വന്നതിന് ശേഷം അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. അവിടെ ആളുകൾക്ക് വിജയ് വെള്ളം എറിഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം അത്രയും നേരം വെള്ളം പോലും കുടിക്കാതെ അവിടെ ആളുകൾ നിന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ മരങ്ങളിലെല്ലാം നിരവധി ആളുകൾ കയറി നിൽക്കുകയും ആ മരങ്ങളടക്കം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ സമയത്ത് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാഹചര്യം പോലുമില്ല. കാരണം അതിനനുസരിച്ചുള്ള ആംബുലൻസുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആംബുലൻസ് വന്നപ്പോൾ തന്നെ അതിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ, അതിന് വഴിയൊരുക്കാനൊക്കെ ഏറെ പണിപ്പെടേണ്ടി വന്നു. കാരണം 500ഓളം പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം, 10,000 മുതൽ 20,000 പേര് വരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 1.5 ലക്ഷം ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാഥമിക കണക്ക്. അതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, അത് മണിക്കൂറുകൾക്കകം പുറത്തു വരും. പക്ഷേ എന്നിരുന്നാലും 1.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു സ്റ്റേഡിയമോ ഒരു മൈതാനമോ അല്ല, ഇതൊരു റോഡാണ്. അപ്പോൾ ഈ ഒരു 4 വരി പാതയാണ്. ഈ 4 വരി പാതയിലൂടെ വാഹനം കടന്നു വരുമ്പോൾ ഈ വാഹനത്തിന് പിന്നാലെ ഈ റാലി കഴിഞ്ഞ് മടങ്ങുന്ന ആൾക്കാരും നടക്കുന്നു എന്നുള്ളതാണ്. വിജയുടെ വാഹനത്തിന് പിന്നാലെ നടക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരും അവിടുന്ന് വരുന്ന ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് വലിയൊരു കൂട്ടമായി മാറുകയും ഈ നടക്കുന്ന ആളുകൾ ഒരാൾ നടക്കുന്നതിനിടയിൽ 1-2 പേർ മറിഞ്ഞു വീഴുമ്പോൾ തന്നെ പുറകിൽ നിന്ന് വരുന്നവർ അവരെ പുറത്തേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഈ റോഡായതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഡിവൈഡറുണ്ട്. ഡിവൈഡറിൻ്റെ സൈഡിലായിട്ട് വാഹനങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്, കടകളുണ്ട്, പോസ്റ്റുകളുണ്ട്, ചെറിയ ചെറിയ കുഴികളുണ്ട്. ഇതിലൊക്കെ ആളുകൾ മറിഞ്ഞു വീഴുകയും തട്ടി വീഴുകയും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കാവസ് ആ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. മാത്രമല്ല, നമുക്കറിയാം, വിജയുടെ ഒരു റാലി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു റാലി നടത്തുമ്പോൾ, അതും വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വരുമ്പോൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള തഗ്ഗൊക്കെ അടിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നിരവധി ആളുകൾ തടിച്ചുകൂടുമെന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ ഒരു നിഷ്ക്രിയമായിട്ടുള്ള രീതിയിലുള്ള 500 പേരെയൊക്കെ പോലീസിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇനി DMKയോടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രദേശത്ത് DMK ഈ TVK ഇതുപോലൊരു റാലി നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ കൊടുത്ത സ്ഥലമെന്ന് പറയുന്നത് കരൂരിലെ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആക്ച്വലി ഈ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അതായത് ഒരു 4 വരി പാത റോഡിന് നടുക്ക് വലിയൊരു ഡിവൈഡറുണ്ട്. കേരളത്തെ പോലെയല്ല, നടുക്ക് വലിയ ഡിവൈഡറുകൾ തമിഴ്നാടുണ്ട്. അപ്പോൾ ഒരു വാഹനം പോകുന്ന സൈഡിലും അപ്പുറത്തും ആൾക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട് വലിയ രീതിയിൽ ആളുകൾ എത്തിയാൽ. അപ്പോൾ ഈ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് കോളനിപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അത് കുറച്ചുകൂടെ വലിയ സ്ഥലമാണ്. അതായത് ഈ അടുത്തിടയ്ക്ക് DMKയുടെ വലിയ ഒരു മാനാട് നടത്തിയത് ഈ കോളനിപ്പട്ടിയിലാണ്. പക്ഷേ കോളനിപ്പട്ടി ഒഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് TVKയുടെ റാലി വന്നപ്പോൾ കോളനിപ്പട്ടി എന്ന് പറയുന്ന വലിയ സ്ഥലം അനുവദിക്കാതെ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന ഇടുങ്ങിയ സ്ഥലം അനുവദിച്ചു എന്നുള്ളിടത്താണ് DMKയോടുള്ള ചോദ്യം വരുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? അതിന് വിജയുടെ റാലിയെ അട്ടിമറിക്കാൻ ഒരുപാട് ആളുകൾ അവിടെ എത്തി ആ ആളുകൾ തിങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം, ആളുകൾ തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ഞെരുക്കം അവിടെ ഉണ്ടാക്കി ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ളൊരു അട്ടിമറി സാധ്യതയാണോ എന്നുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ വേലുച്ചാമിപ്പെട്ടി എന്തുകൊണ്ട് അനുവദിച്ചു? കോളനിപ്പട്ടി എന്ന് പറയുന്ന വലിയ സ്ഥലമുള്ളപ്പോൾ എന്തുകൊണ്ട് വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ സ്ഥലം അനുവദിച്ചു, സർക്കാർ അതിൽ അനുവദിച്ചു എന്നുള്ളിടത്ത് ഒരു രാഷ്ട്രീയം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളതാണ് DMKയോട് ചോദിക്കുന്ന ചോദ്യം.
ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുന്ന സ്ഥലത്താണ് ഈ വേലുച്ചാമിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളുകളെ ടി.വിക്ക് റാലി അനുവദിച്ചത് എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കിടക്കുന്നതും. അതുപോലെ നിരവധി ആളുകൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെ 7:40 വരെയാണ് 7:40-നാണ് വിജയ് എത്തുന്നത്. അതുവരെ വിജയെ കാണാനായിട്ട് കാത്തിരുന്നവർ വിജയുടെ വാഹനം എത്തുന്ന വിവരം അറിഞ്ഞതോടുകൂടി അക്ഷമരായി എണീക്ക് നിൽക്കുകയും കൈയടിക്കുകയും ചെയ്തതോടെയാണ് ഇവർ കയറിയിരുന്ന ചെറിയ തകരപ്പുറവും ഓലമേഞ്ഞ വീടുകളും അതുപോലെ കടകളുടെ വരാന്തയും ഒക്കെ തകരാനും അതിൽ ആൾക്കാരുടെ ഒരു അമിതാഹ്ലാദം കാരണമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇതിൽ നമുക്കറിയാം വാർത്തകൾക്ക് വരുന്നത് പോലെ ഗർഭിണികളടക്കം രാവിലെ കൈക്കുഞ്ഞുങ്ങളടക്കം ആളുകളെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സ്വാഭാവികമായും ചോദിക്കും എന്തിനാണ് ഇത്തരത്തിൽ വിജയെ പോലെ ഇത്തരത്തിൽ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കുഞ്ഞു കുട്ടികളെ വരെ കൊണ്ടുവരുന്നത്, അവരെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കയറ്റി കഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ അത് തമിഴ്നാടാണ്, അവരുടെ വികാരങ്ങൾ അങ്ങനെയാണ്. അവർ സ്വാഭാവികമായിട്ടും ആളുകളുണ്ടെങ്കിൽ അവരെ കാണാനും അവർക്ക് താല്പര്യമുള്ള ആളെ കാണാനും ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് പോകാൻ താല്പര്യപ്പെടുന്ന മനസ്സുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജയെ കാണാനായിട്ട് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത്. എന്തായാലും നമുക്കറിയാം ആൾക്കാരുടെ ചെരുപ്പുകളും അതുപോലെ ഈ പ്രദേശമൊക്കെ ഈ വീഡിയോ വാളിൽ കാണുന്നത് പോലെ വലിയ രീതിയിൽ കസേരകളടക്കം തകർന്നു കിടക്കുന്ന കാഴ്ചകളാണ് കാണുന്ന. ആളുകൾ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിട ഈ വീണ ആൾക്കാർ എണീറ്റ് പോകുന്നതിന് അവരുടെ ചെരുപ്പുകളും അവരുടെ തുണികളും അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ വാളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ കരൂരിലെ വേലുച്ചാമിപ്പെട്ടിയിൽ രാജ്യം കണ്ടത് എന്നുള്ളത്. അതിൽ 39 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിൽ 18 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഒരാളുടെ മൃതദേഹമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. എന്നാൽ 51 പേർ അവിടെ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞത് രാവിലെ. എന്തായാലും ഇതിൽ ഈ വിഷയത്തിൽ അരുണ ജഗദീശൻ എന്ന മുൻ ജഡ്ജി ക്യാപ്റ്റനാക്കിക്കൊണ്ടൊരു ടീമിലെ ലീഡറാക്കിക്കൊണ്ടൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇതിൽ കൃത്യമായ നിയമ നടപടി ഉണ്ടാവുക. ഭവ്യ.